ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയലപ്പൊടി വെച്ച് തേങ്ങ അരച്ച അയലക്കറിയാണ് കേട്ടോ. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ അയല കിട്ടിയാൽ നമ്മൾ മുളക് കറി ഉണ്ടാക്കാറുണ്ട്, തേങ്ങാക്കറി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത് അമ്മ ഉണ്ടാക്കുന്ന തേങ്ങാക്കറിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ചുവന്ന മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 കൊച്ചുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആയി പോകണ്ട. നമുക്ക് സാധാ നമ്മുടെ തേങ്ങാക്കറിക്കൊക്കെ ഉള്ള ഒരു അരപ്പ് തയ്യാറാക്കില്ലേ, ആ ഒരു പരുവത്തിന് മതി. അപ്പോൾ നമ്മൾ അരപ്പ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് അരപ്പ് വേണ്ടുന്നത്. ഇനി നമുക്ക് ഒരു കറിച്ചട്ടി എടുക്കാം. കറിച്ചട്ടിയിലേക്ക് ഞാനിവിടെ പുളിക്ക് ചേർക്കുന്നത് മാങ്ങയാണ്, പച്ചമാങ്ങ, ചെറിയ ഒരു പച്ചമാങ്ങയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകാണ് ചേർക്കുന്നത്. 2ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. എരിവ് കൂടുതലുള്ള പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 1 or 2 പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയിൽ കുറച്ച് അരപ്പൊക്കെ ഇരുന്നുകൊണ്ട് അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി അടുപ്പിൽ വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് മീൻ ചേർത്താൽ മതി. ഇതാ കറി ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീൻ ചേർക്കാം. മീനെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കറിക്ക് എടുത്തപ്പോൾ നമുക്ക് മീൻ കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് വരഞ്ഞു വെച്ചിരുന്ന ഒരു മീനും കൂടെ നമ്മൾ ഈ കറിയിലേക്ക് ഇടുകയാണ്. അതുകൊണ്ടാണ് ഒരു മീനിന് വരഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ മീതയായിട്ട് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് നല്ലതുപോലെ ആ മീനൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നമുക്ക് നോക്കാം മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടോന്ന്. തിളയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിനൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് അല്പം ഉപ്പും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ഇവിടെ ചേർക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം മൂടി വെച്ച് അടച്ചിട്ട് അല്പസമയം കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മൂടി തുറന്ന് നോക്കി, മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം. എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്നാലും കുറച്ചു നേരം കൂടി ഇങ്ങനെ തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ട് വറ്റി വരും. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് സ്പൂൺ ഉപയോഗിക്കേണ്ട, മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തുണി വല്ലതും തട പിടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ രുചിയേറിയ അയലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തേങ്ങ അരച്ച നല്ല നാടൻ രീതിയിൽ വെച്ച അയലക്കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നല്ല ചൂടപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി രുചിയാണ്. അപ്പോൾ നിങ്ങൾ നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിലും എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പച്ചമാങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, തക്കാളി ഉപയോഗിച്ച് നമ്മുടെ ഇലിമ്പിക്ക ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതാണ്. ഓരോന്നിനും ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.